What are the difference between formal organization and informal organization? നമുക്ക് ആ ചാർട്ട് നോക്കിയാൽ മതി. The first point ഇതാണ്, ഫോർമേഷൻ ആണ്. ഫോർമൽ ഓർഗനൈസേഷൻ ഫോംഡ് നമ്മൾ പറഞ്ഞു ഡെലിബറേറ്റ് ആണ് അല്ലെ, നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് കൃത്യമായി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒന്നാണ് ഫോർമൽ ഓർഗനൈസേഷൻ. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആണ്, സ്പോണ്ടേനിയസ്ലി ഫ്രെയിം ചെയ്യപ്പെടുന്ന ഒന്നാണ്. നമുക്ക് അടുത്ത പർപ്പസ് ആണ്. ഫോർമൽ ഓർഗനൈസേഷന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ് ആണ്, നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ ലക്ഷ്യം ടു സാറ്റിസ്ഫൈ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് പേഴ്സണൽ നീഡ്സ് ആണ്. നമുക്ക് അറിയാവുന്നതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. തേർഡ് വൺ സ്ട്രക്ചർ ആണ്. ഫോർമൽ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ബേസ് ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റിയുടെ ബേസിലാണ്. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ അങ്ങനെയല്ല, ബേസ്ഡ് ഓൺ റിലേഷൻസ്, ഇമോഷൻസ്, ഫീലിങ്സ് ആൻഡ് സെന്റിമെന്റ്സ്. അതായത് മനുഷ്യന്റെ ഇത്തരം ചില ഫീലിങ്സുകളുടെ അടിസ്ഥാനത്തിലാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ പലപ്പോഴും ഫ്രെയിം ചെയ്യപ്പെടാറ്. ഫോർത്ത് വൺ ബിഹേവിയർ ഓഫ് ദ മെമ്പേഴ്സ് ആണ്. ഫോർമൽ ഓർഗനൈസേഷനിൽ കൃത്യമായ റൂൾസ് ഉണ്ട്, ഓരോരുത്തരുടെയും ബിഹേവിയറിന് റൂൾസ് ഉണ്ട്. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷന് ദർ ഇസ് നോ ബിഹേവിയറൽ റൂൾസ്. ആൻഡ് ഫിഫ്ത്ത് വൺ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ ഓർഗനൈസേഷന്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ത്രൂ സ്കാലർ ചെയിൻ ആണ്. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷന് ദർ ഇസ് നോ പ്ലാൻഡ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അവർക്ക് അങ്ങനെ ഒരു പ്ലാൻഡ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ആൻഡ് ദ സിക്സ്ത് വൺ ലീഡേഴ്സ് ആണ്. മാനേജേഴ്സ് ആണ് നമ്മുടെ ഫോർമൽ ഓർഗനൈസേഷന്റെ ലീഡേഴ്സ്. അവരുടെ പൊസിഷൻ ബേസ് ചെയ്തിട്ട് മാനേജേഴ്സ് ആണ് അതിന്റെ ലീഡേഴ്സ് ആവുക. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ ലീഡേഴ്സ് മേ ഓർ മേ നോട്ട് ദ മാനേജേഴ്സ്. ഇവിടെ ഒന്നുകിൽ മാനേജേഴ്സ് ലീഡേഴ്സ് ആവാം, അല്ലെങ്കിൽ മാനേജേഴ്സ് അല്ലാതെ മറ്റാരും ആകാം. ആൻഡ് ദ സെവൻത് പോയിന്റ് ഈസ് സ്റ്റെബിലിറ്റി. ഫോർമൽ ഓർഗനൈസേഷന് ലോങ് ടേം എക്സിസ്റ്റൻസ് ഉണ്ടാവും, എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷന് ഷോർട്ട് ടേം എക്സിസ്റ്റൻസ് ആണുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് വൺ നേച്ചർ ആണ്. ഫോർമൽ ഓർഗനൈസേഷൻ വളരെ റിജിഡ് ആണ്, എന്ന് വെച്ചാൽ ഇൻഫ്ലെക്സിബിൾ ആണ്. നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ സെറ്റ് ഓഫ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ സെറ്റിങ്ങിൽ മാത്രമേ ഫോർമൽ ഓർഗനൈസേഷന് പ്രവർത്തിക്കാൻ പറ്റൂ. ദാറ്റ് ഈസ് ഇൻഫ്ലെക്സിബിൾ അല്ലെങ്കിൽ റിജിഡ് ആണ്. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഈസ് ഓൾവേസ് എ ഫ്ലെക്സിബിൾ വൺ. അതായത് കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ സമയാസമയങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്.